ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസീസ് ഫുഡി സ്പോട്ട്. ഇന്നൊരു പാക്കിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കിംഗ് വ്ളോഗ്സും പിന്നെ തലേദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതൊക്കെ ഒരു ചെറിയ വ്ളോഗാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ തലേദിവസം രാത്രിയാണിത്. അപ്പോൾ ഞാൻ കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിടുകയാണ്. അപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് ഇടുന്നത്. ഒന്ന് വന്നിട്ട് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടും, ഉണ്ണിയപ്പം കുറച്ച് കൊണ്ടുപോവുക സ്നാക്സായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ അടുത്ത ദിവസം രാവിലേക്ക് ദോശമാവിന് വേണ്ടിയിട്ടുള്ള അരിയും കൂടിയാണ് കേട്ടോ ഞാൻ കുതിർക്കണത്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം പാക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സുകളൊക്കെ ആദ്യം തന്നെ ബെഡിലൊക്കെ എടുത്ത് വെക്കാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ വലിയ ട്രിപ്പിനൊക്കെ പോണ സമയത്ത് ഇങ്ങനെ ഞാൻ ലിസ്റ്റ് ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും മറന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ആ ലിസ്റ്റിൽ തന്നെ ഹനക്ക് കളിക്കണം. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. അപ്പോൾ ആദ്യം ട്രോളിയിൽ അവളുടെ ഒരു ചെറിയ ഡോൾ എടുത്ത് അവൾ വെച്ചിട്ടുണ്ട്, അത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാണ് കേട്ടോ. ഫ്ലാഗ് സ്റ്റാഫിലാണ് ഞങ്ങൾ ക്യാബിൻ ബുക്ക് ചെയ്തിരിക്കണത്. അപ്പോൾ ഫ്ലാഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഞങ്ങളിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. പക്ഷേ അത് വന്നിട്ട് നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് നല്ല തണുപ്പായിരിക്കും അവിടെയൊക്കെ. അപ്പോൾ എന്തായാലും കുട്ടികൾക്കായാലും നമുക്കായാലും നല്ല ഗ്ലൗസ്, പിന്നെ സ്വെറ്റേഴ്സ്, അങ്ങനത്തെ ക്യാപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും കൊണ്ടുപോയിരിക്കണം. അപ്പോൾ അതൊക്കെ മറക്കാതെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഹനയ്ക്ക് കുറച്ച് ഗ്ലൗസ്, പിന്നെ വീട്ടിലിടാൻ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെരുപ്പോ അങ്ങനെ എന്തെങ്കിലും എടുക്കണം. എന്താ വെച്ചാൽ അവിടെ നല്ല തണുപ്പുള്ള ഏരിയ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടി അവൾക്കായാലും ഞങ്ങൾക്കായാലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെരുപ്പൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ എടുത്തത് വന്നിട്ട് മെഡിസിൻസ് ആണ്. അപ്പോൾ ഹനയ്ക്കാണ് മെയിനായിട്ട് എടുത്തത്, പനിക്കുള്ളത്, പിന്നെ ജലദോഷത്തിനുള്ളത്, അങ്ങനെ റോൾ ഓൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ടൈലിനോളാണ് കേട്ടോ കൂടുതലും കുട്ടികൾക്ക് കൊടുക്കുക, നമ്മുടെ അവിടുത്തെ പാരസെറ്റമോൾ പോലെയൊക്കെ. അപ്പോൾ ടൈലിനോൾ എടുക്കുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ അത് എന്തായാലും എടുക്കും ഞാൻ എവിടെ പോവുകയാണെങ്കിലും, പ്രത്യേകിച്ച് ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ. പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റോൾ ഓൺ ആണ് കേട്ടോ. എന്തെങ്കിലും ജലദോഷം അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോണ സമയത്ത്, അതായത് അവിടെ പോയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യണ അങ്ങനെ ആ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് സ്റ്റൊമക്ക് അപ്സെറ്റൊക്കെ ആയാൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേപ്പ് വാട്ടറൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ സാധാരണ വിക്സ്, തണുപ്പുള്ള സ്ഥലവും അല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും ജലദോഷം അങ്ങനെ പിടിക്കുകയാണെങ്കിൽ വിക്സ്, പിന്നെ ഇങ്ങനെ ഇൻഹേലർ അങ്ങനെ എടുത്ത് വയ്ക്കാണ് കേട്ടോ. മരുന്ന് വേണോ? എന്താ വേണ്ടത്? അത് എരിയും ഹന, മൂക്കിലെരിയും ഹന. അവിടെ വെക്ക് ഹന. എന്ത്? അയ്യോ, അവിടെ തേക്കാൻ പാടില്ല, എരിയും. തേക്കാൻ പറ്റൂല, തേക്കാൻ പറ്റൂല. എവിടേക്ക് പോണം? അത് എരിയോ ഹന, തേക്കാൻ പറ്റില്ല. അപ്പോൾ ഹനയും ഉണ്ട് കേട്ടോ കൂടെ. ഞാൻ പാക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ അവൾ ഓരോരോ സാധനങ്ങൾ എടുത്ത് അത് ഇത് തുറന്നതാ പറഞ്ഞിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ സൈഡ് ബൈ സൈഡ് ഞാൻ പാക്കിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടില്ല. ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പാക്കിങ്ങൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് അവൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അവൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പാക്കിങ്ങൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ശരിക്കും 2 നൈറ്റ് സ്റ്റേ ആണ് അത്. അപ്പോൾ അധികം ഡ്രസ്സസ് ഒന്നുമില്ല, എന്നാലും ഒരു ട്രോളിൻ്റെ അത്ര ഡ്രസ്സസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇക്കടെ ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഇങ്ങനെ ചുരുട്ടിയിട്ട് വെക്കണ സമയത്ത് കുറച്ച് സ്പേസ് കിട്ടണ പോലെ തോന്നി, അപ്പോൾ അങ്ങനെ വെക്കുകയാണ് കേട്ടോ.
ശരിക്കും ക്യാബിൻ സ്റ്റേ ഒക്കെ പോകുമ്പോൾ സാധാരണ ആരും ഇങ്ങനെ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ തോർത്ത് ഇങ്ങനെയൊന്നും എടുത്തിട്ട് പോവില്ല. എന്താ വെച്ചാൽ അവിടെ തന്നെ എല്ലാം ഉണ്ടാവും, അതൊക്കെ യൂസ് ചെയ്യുക. പക്ഷെ ഇപ്പോൾ കൊറോണ ആയ സ്ഥിതിക്ക് നമ്മൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അവരുടെ ബെഡ്ഷീറ്റൊന്നും യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് ബെഡ്ഷീറ്റ്സും പിന്നെ ആ തോർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഒരു 4-5 ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ. കുട്ടികളല്ലേ, പെട്ടെന്ന് വെള്ളം എന്തെങ്കിലുമൊക്കെ ആയി പറഞ്ഞാൽ അതൊക്കെ മാറ്റേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയെല്ലാം റെഡിയാക്കി. പിന്നെ ഒരു ഡയപ്പർ ബാഗും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഡയപ്പർ ബാഗിൽ മെയിനായിട്ട് ഹനൻ്റെ മെഡിസിൻസാണ്. മെഡിസിൻസ് എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഡയപ്പേഴ്സും പിന്നെ കുറച്ച് ഡ്രസ്സസൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് എടുക്കുന്നത് ഹാൻഡ് സാനിറ്റൈസറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജിപ്പിൽ തന്നെ വെക്കണ പോലത്തെ ഒരു ഹാൻഡ് സാനിറ്റൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാവുമ്പോൾ കുറച്ച് ഹാൻഡി ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് എടുക്കാനും യൂസ് ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഹാൻഡ് സാനിറ്റൈസറും വെക്കുന്നുണ്ട്. പിന്നെ ഈ ബാഗിൽ മെയിനായിട്ട് കുറച്ച് ഡ്രസ്സസും അതൊക്കെയാണ്. പിന്നെ ഡിസിൻഫെക്റ്റൻറ്റ് വൈപ്സ്, പിന്നെ ഹനിക്ക് വേണ്ടിയ സെപ്പറേറ്റ് വൈപ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും മാത്രമേ ഈ ഒരു ബാഗിൽ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി. ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണമല്ലോ, ഒരു 8 hours എങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ മേലെ തൈക്കാട്ടിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇതിൻ്റെ റെസിപ്പി ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഹനയ്ക്ക് പാലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ രാവിലെ ആയിട്ട് ആദ്യം നമ്മൾ സാധാരണ ചെയ്യണ പോലെ ചായയും കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് പൊറോട്ടയ്ക്കുള്ള മാവൊക്കെ കുഴയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പൊറോട്ട ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് അവരുടെ കാറിലാണ് ഞങ്ങൾ ഫ്ലാഗ് സ്റ്റാഫ് പോകണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഇറങ്ങണം. രാത്രിക്ക് ഒരു 7-7:30 അവിടെ എത്തണ പോലെയാണ് പ്ലാന്. അപ്പോൾ ഡിന്നർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ ഞാനിവിടെ പൊറോട്ട ഉണ്ടാക്കുന്നത്. കറി വേറൊരു ഫാമിലിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ പൊറോട്ടയും ഉണ്ണിയപ്പമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ 2 ദിവസം നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം വേണ്ടിയ ഫുഡൊക്കെ അവരവർ എടുക്കും. അത് ഞാൻ വേറെ വ്ളോഗിൽ പറയാം കേട്ടോ, ഫുഡിൻ്റെ കാര്യം. പിന്നെ ക്യാബിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഞാൻ വേഗം പൊറോട്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം പൊറോട്ട ആയി വരുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ അലുമിനിയം ഫോയിലിൽ വെച്ചിട്ടൊന്ന് ചുറ്റി കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 10 പൊറോട്ടയോളം ഒരു അലുമിനിയം ഫോയിലിൽ ഞാൻ വെക്കുന്നുണ്ട്. പൊറോട്ട ആയതുകൊണ്ട് വെളിയിൽ വെച്ചാലും 2 ദിവസമൊക്കെ കേട് വരാതിരിക്കും, അതുകൊണ്ട് ടെൻഷനൊന്നുമല്ല. എന്നാലും ഇങ്ങനെ കുറച്ച് ഹാർഡ് ബോക്സൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ പിന്നെയും സ്ഥലം പോവുമല്ലോ. ഇതാവുമ്പോൾ അത്ര സ്ഥലമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ അലുമിനിയം ഫോയിലൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊറോട്ടേൻ്റെ പണി ഏകദേശം കഴിയാറാവുന്ന സമയത്ത് ഞാൻ വേഗം തന്നെ തേങ്ങയൊക്കെ വറുത്ത് അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ണിയപ്പം വേഗം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഉണ്ണിയപ്പവും നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി.
പിന്നെ എല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അത്യാവശ്യം ഞങ്ങൾ കോസ്കോന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 2 ദിവസം നമ്മൾ എന്തായാലും പോയി നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും പിന്നെ പീറ്റ ബ്രെഡും അങ്ങനത്തെ കുറച്ച് നാൺ അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ പാൽ അങ്ങനത്തെ മുട്ട ബ്രെഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. എവിടേക്ക് പോണോ? ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. എവിടേക്ക്? ഉപ്പച്ചിന്റെ അടുത്ത് പോണോ? മീന് കാണണോ? അവിടെയാണോ മീന്? എവിടെയാ മീന്? അവിടെ ഉണ്ടോ? നമ്മള് താറ്റ പോവാ. ശരി, ഉപ്പച്ചി വരും കേട്ടോ. ഉപ്പച്ചിന്റെ അടുത്ത് ചോദിക്കേ. അപ്പം ഞങ്ങൾ പോവാനായിട്ട് റെഡിയായി. ശരിക്കും ഫ്ലാഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ നേരെ ഞങ്ങളുടെ ഇനിയൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൻ്റെ കാറിലാണ് എല്ലാവരും കൂടി ഒരുമിച്ച് പോണത്. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങണം കേട്ടോ. അവിടെ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അവൻ്റെ കാറിലോട്ടൊക്കെ കയറ്റണമല്ലോ, അപ്പോൾ അതിന് കുറച്ച് സമയമാവും. അപ്പോൾ അതിനു വേണ്ടിയാണ് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങണത്. 2 ദിവസം മുന്നൊക്കെ ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ പോണ ദിവസം അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അവൻ്റെ വീട് എത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ വേഗം നമ്മുടെ കാറൊക്കെ അവൻ്റെ ഗാരേജിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് അവൻ്റെ വണ്ടിയിലോട്ട് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാണ്. ഹന ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ട്രാവൽ തുടങ്ങി. 2 മണിക്കൂറാണ് ഏകദേശം ഇവിടെ നിന്ന് ഫ്ലാഗ് സ്റ്റാഫിക്ക്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹനയ്ക്ക് ഞാൻ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് ഇങ്ങനെ പോണ വഴിയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. സൺസെറ്റൊക്കെ ആ സൺസെറ്റ് സമയമായിരുന്നു നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിൻ്റെ വീഡിയോസും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വ്ളോഗിൽ. അപ്പോൾ ഏകദേശം ഒരു 7-7:30 ആയിട്ടോ പോയി എത്തുമ്പോൾ. അപ്പോൾ നല്ല ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും ക്യാബിൻ്റെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ദിവസമാണ് ഞാൻ എടുത്തത്. അതിൻ്റെ വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ നമ്മുടെ ക്യാബിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.